ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 73. അൽ ബാബു താസിഅ, 9ാമത്തെ ബാബ്, അധ്യായം. ബാബു മൻ തബറക ബി ഷജറത്തിൻ ഔ ഹജറിൻ ഔ വനഹ്വിഹിമ. മരം, കല്ല് പോലത്തത് കൊണ്ട് ബറക്കത്തെടുക്കുന്നത് അവരുടെ വിഷയം സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഹാദൽ ബാബു മുക്കമ്മിലുൻ ലിൽ അബ്വാബില്ലത്തി ഖബ്ലഹു. ഈ അധ്യായം ഇതിന് മുമ്പുള്ള അധ്യായങ്ങൾക്ക് പൂർത്തീകരണമാണ്. ലി അന്ന അൽ അബ്വാബില്ലത്തി ഖബ്ലഹു ഫി ലുബ്സിൽ ഹൽഖത്തി വൽ ഖൈത്തി വനഹ്വിഹിമ. കാരണം ഇതിന് മുമ്പുള്ള അധ്യായങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഹൽഖത്ത് ധരിക്കുക, ഖൈത്ത് വളയം ധരിക്കുക, ഇങ്ങനെ ഔ തഅലീഖി റുഖാവത്തമായിം, റുഖ തമീമത്തുൽ ഏലസുകൾ, ഇതൊക്കെ ബന്ധിക്കുക, ഇതിനെ സംബന്ധിച്ചായിരുന്നു. വഹാദാ ഫീഹി അന്നഹി അനി തബറുകി ബിൽ അഷ്ജാരി വൽ അഹ്ജാരി. ഈ അധ്യായത്തിലാകട്ടെ മരങ്ങൾ, കല്ലുകൾ ഇതുകൊണ്ടൊക്കെ ബറക്കത്തെടുക്കുന്നതിൻ്റെ നിരോധനം സംബന്ധിച്ചാണ് പറയുന്നത്. ഫഹാദിഹിൽ അബ്വാബു കുല്ലുഹ മുഅദ്ദാഹ അൽ ഇഅ്തിഖാദു ബിഗൈരില്ലാഹി സുബ്ഹാനഹു വതആല അന്നഹു യദുറു ഔ യൻഫഉ. അല്ലാഹു അല്ലാത്തവർ അവൻ ഒരാൾക്ക് ഉപകാരം ചെയ്യും അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യും എന്ന വിശ്വാസത്തിന്, അതിനെ എതിരായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിൽ പറയുന്നതൊക്കെ. വഹാദാ ഷിർക്ക്, ഇത് ഷിർക്കാണ്. അന്നല്ലദീ യഖ്ദിറു അലാ ദഫ്ഇൽ ദർരി വജൽബിൻ നഫ്ഇ ഹുവ അല്ലാഹു സുബ്ഹാനഹു വതആല വഹ്ദഹു ലാ ശരീക ലഹു. കാരണം ഒരു ഉപകാരം നേട്ടാനോ ഉപകാരം നൽകാനോ അല്ലെങ്കിൽ ഉപദ്രവം തടയാനോ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ കഴിയൂ. ലാ ശരീക ലഹു, അവന് പങ്കുകാരനുമില്ല. ഹുവൽ ഖാദിറു സുബ്ഹാനഹു വതആല അലാ ദാലിക്, അതിന് കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ലാ യുശാരിക്കുഹു അഹദ, ആർക്കും അതിൽ പങ്കില്ല. വൈൻകാന ഹുനാക അഷ്യാഉൻ യതറത്തബു അല ഇസ്തിഅമാലിഹ ഔ അക്ലിഹ ഔ ശുർബിഹ ദറർ ഔ യതറത്തബു അലൈഹി നഫ്ഉൻ ഫഹാദിഹി അസ്ബാബുൻ ഫഖത്ത് അമ്മല്ലദീ യഖ്ലുഖു ദാലിക ഫഹു അല്ലാഹു സുബ്ഹാനഹു. ഇനി ചില കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ തിന്നാൽ അല്ലെങ്കിൽ കുടിച്ചാൽ അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാവാം. ചില വിഷമുള്ള സാധനം തിന്നാലേ കൊണ്ട് ഉപദ്രവം ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ അതുകൊണ്ട് ചില സംഗതികൾ തിന്നാൽ അല്ലെങ്കിൽ കഴിച്ചാൽ അല്ലെങ്കിൽ കുടിച്ചാൽ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ അതുകൊണ്ട് ചിലപ്പോൾ ഉപകാരം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ എന്താണ്? അസ്ബാബ്, കാരണങ്ങൾ മാത്രമാണ്. അതിനെ സൃഷ്ടിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മസല, ഉദാഹരണം, അൽ അക്ലു വശുർബു മിന ത്വയ്യിബാത്തി ഹാദാ ഫീ നഫ്. നല്ലത് കുടിക്കുക, തിന്നലും കുടിക്കലും അതിൽ ഉപകാരമുണ്ട്. ലാക്കിൻ ലൈസൽ അക്ലു വശുർബു ഹുവല്ലദീ യഖ്ലുഖുൻ നഫ്അ. പക്ഷേ ഈ തീറ്റയും കുടിയുമല്ല ഉപകാരത്തെ സൃഷ്ടിക്കുന്നത്. ഇന്നമല്ലദീ യഖ്ലുഖുൻ നഫ്അ ഹുവ അല്ലാഹു സുബ്ഹാനഹു വ തആല. നിശ്ചയം ഉപകാരത്തെ സൃഷ്ടിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മസലൻ, ഉദാഹരണം, അസ്സുമ്മു യഖ്തുലു, വിഷം കൊല്ലും, വന്നാറു തുഹരിക്കും, തീ എന്താവും? കരിക്കും. ലാക്കിൻ ലൈസത്ത് ഹിയല്ലത്തി തഫ്അലു ഹാദിഹിൽ അഷ്യാ. പക്ഷേ അവയല്ല ഈ പ്രവർത്തികൾ ചെയ്യുന്നത്. ലി അന്നഹ മഖ്ലൂഖാത്തുൻ ലില്ലാഹി സുബ്ഹാനഹു വ തആല, കാരണം അവയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ്. വലാകിന്നഹ അസ്ബാബുൻ, പക്ഷേ അവ കാരണങ്ങളാണ്. യഖ്ദിറുൽ ഖാദിറു സുബ്ഹാനഹു അൻ യസ്ലുബഹ ഹാദിഹിൽ ഖാസിയാത്ത് കമാ സലബന്നാറു അൽ ഹറാറത ലമ്മാ ഉൽഖിയ ഫിഹാ ഇബ്രാഹിം. അപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാദിറായ, ശക്തിയുള്ള അല്ലാഹു ചിലപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കഴിവ്, അതിന് നൽകപ്പെട്ട സബബിന് നൽകപ്പെട്ട സംഗതി ഉണ്ടല്ലോ, അതിപ്പോൾ തീക്ക് കെടുത്തുക എന്നുള്ളതാണ് ഒരു സാധാരണ സ്വഭാവം. അത് എന്തു ചെയ്യും? അല്ലെങ്കിൽ ചൂട് നൽകുക എന്നായിരിക്കും. പക്ഷേ അത് ചിലപ്പോൾ അള്ളാഹു ഊരിയെടുക്കും. അപ്പോൾ അതെങ്ങനെ? ഇബ്രാഹിം അലൈഹി സ്വലാമെ തീയിലിട്ടപ്പോൾ സ്വാർദ് ബർദം വസലാമ, അതെന്തായി? തണുപ്പ് രക്ഷയായി. അപ്പോൾ ദല്ലാല അന്നഹ ലാ തസ്തഖില്ലു ബിളറർ, അപ്പോൾ അത് സ്വന്തം നിരക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയില്ല എന്ന് അതിൽ മനസ്സിലാക്കാം. വഖൗലുഹു, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവരുടെ വചനം. ബാബു മൻ തബറക, ബറക്കത്തെടുത്തവർ സംബന്ധിച്ച അധ്യായം. ഐ ത്വലബുൽ ബർക്കത്തി, ത്വലബ അൽ ബർക്കത്ത, ബറക്കത്തിനെ തേടിയവർ. വഹിയ ഹുസൂലുൽ ഖൈരി വനമാഉഹു വസുബൂതുഹു വകസറത്തുഹു, നന്മ കരസ്ഥമാകൽ, അതിൻ്റെ വർധനവ്, അതിൻ്റെ സ്ഥിരപ്പെടുത്തൽ, അത് സ്ഥിരമാകൽ, അതിൻ്റെ ആധിക്യം, ഇതൊക്കെയാണ് ബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബി ഹജറിൻ ഔ ഷജറിൻ, കല്ലുകൊണ്ട് അല്ലെങ്കിൽ മരം കൊണ്ട്. ഹജർ, കല്ല്. ഐ ത്വലബുൽ ബർക്കത്തി മിൻ ഹജറിൻ ഔ മിൻ ഷജറിൻ, കല്ലിൽ നിന്നോ മരത്തിൽ നിന്നോ എന്ത് ചെയ്യുക? ബറക്കത്ത് തേടുക. അവ എഴുത്തക്കഥ അന്നഹ സബബുൽ ലിൽ ബറക്കത്തി, അല്ലെങ്കിൽ അവ ബറക്കത്തിന് കാരണമാണ് എന്ന് വിശ്വസിക്കുക.
വഹിയ ലം യജ്അൽഹ അല്ലാഹു അസ്ബാബൻ ലഹ, ബറക്കത്തിന് കാരണമാക്കാത്ത അള്ളാഹു കാരണമാക്കാത്ത കാര്യങ്ങൾ അവ ഫഖദ് അശ്റക ബില്ലാഹി സുബ്ഹാനഹു വതആല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ ശിർക്ക് വെച്ചു. ലിഅന്നൽ ഹജറ വശജറ ലാ യഖ്ലുഖുൽ ബറക്കത വലാ യൂജിദുഹ, കാരണം മരമോ കല്ലോ ഒന്നും ബറക്കത്തിനെ സൃഷ്ടിക്കുകയോ അതുണ്ടാക്കുകയോ ഇല്ല. വലഹു മുസബ്ബിബുൻ ഫി ഹുസൂലിഹ, അത് കരസ്ഥമാക്കുന്നതിൽ കാരണമാക്കപ്പെടുന്നതും അല്ലാതെ. ഇല്ലാ മാ ജഅലഹു സബബൻ ഫി ഹുസൂലിഹ വഇന്നമല്ലദി യൂജിദുഹ ഹുവ അല്ലാഹു സുബ്ഹാനഹു വതആല, അതുണ്ടാക്കുന്ന ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. വഹുവ സബബുൽ അസ്ബാബി നാം, അപ്പോൾ കാരണങ്ങളുടെ കാരണം മാത്രമാണ്, കാരണങ്ങളുടെ കാരണമാണ് അവൻ. നാം ഖദ് യജ്അലുല്ലാഹു ബഅദൽ അഷ്യാഇ മുബാറക, ചില സംഗതികളെ അള്ളാഹു ചിലപ്പോൾ എന്താക്കും? ബറക്കത്തുള്ളതാക്കും. അത് ശരിയാണ്. മിസ്ൽ ഉദാഹരണം മാ സംസം, സംസം വെള്ളം. വമിസ്ൽ അംബിയ അലൈഹിസ്സലാം, നബിമാർ അലൈഹിസ്സലാം. വമിസ്ൽ അൽ കഅബത്ത് അൽ മുഷറഫ, ഷറഫാക്കപ്പെട്ട വർഷിയാക്കപ്പെട്ട കഅബ. അള്ളാഹു പറഞ്ഞെന്താണ്? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ, നിശ്ചയം ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം, ആരാധനയ്ക്ക് അള്ളാഹുവിനെ ഇബാദത്ത് സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം ഏതാണ്? മനുഷ്യർക്ക് വേണ്ടി മക്കയിലുള്ള ഇതാണ്, അതായത് കഅബ. മുബാറക്കൻ, അനുഗ്രഹീതമായ, ബറക്കത്തുള്ള. വഹുദൻ ലിൽ ആലമീൻ, ലോകർക്ക് ഹിദായത്ത്, മാർഗദർശനം ആയിട്ടില്ല. അല്ലാഹു ഹുവല്ലദീ ജഅലൽ കഅബത മുബാറകതൻ, അപ്പോൾ അള്ളാഹു ആണ് കഅബയെ മുബാറക്കത്താക്കി, ബറക്കത്ത്, അനുഗ്രഹമുള്ളതാക്കി, അനുഗ്രഹീതമാക്കിയത്. അമൽ കഅബത്തു ഫലൈസത്ത് ഹിയല്ലദീ തൂജിദുൽ ബറക്കത, കഅബയല്ല ബറക്കത്ത് ഉണ്ടാക്കുന്നത്. ഔ തഖ്ലുഖുൽ ബറക്കത, അല്ലെങ്കിൽ ബറക്കത്തിനെ സൃഷ്ടിക്കുന്നത്. ലാകിൻ അല്ലാഹ ജഅലഹ മുബാറകതൻ, പക്ഷേ അള്ളാഹു കഅബ എന്ത് ചെയ്തു? കഅബയെ ബറക്കത്തുള്ളതാക്കി. ഫൽ ബറക്കത്തു മിനല്ലാഹി സുബ്ഹാനഹു വതആല, അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ബറക്കത്ത്. വ ബറക്കത്തുഹ ബിൽ ഹജ്ജി വൽ ഉംറതി വസ്തിഖ്ബാലുഹ ഫി സ്വലാത്തി വത്തവാഫി ബിഹ വത്തഅബ്ബുദി ഇൻദഹ ഫിൽ മസ്ജിദിൽ ഹറാം. അപ്പോൾ കഅബ കൊണ്ടുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്? ഹജ്ജ് കൊണ്ട്, ഉംറ കൊണ്ട്, നിസ്കാരത്തിൽ ആ കഅബയിലേക്ക് മുന്നിടൽ, ഖിബലയാക്കൽ കൊണ്ട്, കഅബയെ തവാഫ് ചെയ്യൽ കൊണ്ട്, അതേപോലെ മസ്ജിദുൽ ഹറാമിൽ അതിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള തഅബ്ബുദ് കൊണ്ട്. വഖദ് യജഅലുല്ലാഹു ബഅദൽ അഷ്യാഇ മുബാറക, ചില വസ്തുക്കളെ അള്ളാഹു ബറക്കത്തുള്ളതാക്കും. കമാ അന്നല്ലാഹ യജഅലു ബഅദൽ അഷ്യാഇ ശരീറ, ചിലതിനെ തിന്മയുള്ളതാക്കുന്നത് പോലെ. ഫഖദ് ജഅല ഷയാത്തീന ശരീറ, എന്താണ്? ഷെയ്ത്താന്മാരെ, പിശാചുക്കളെ അള്ളാഹു തിന്മ ഉള്ളതാക്കി. വജഅല ബഅദ ദവാബി ശരീറ, ചില മൃഗങ്ങളെയും. ഫലിഅ്തിമാദു അല്ലാഹു സുബ്ഹാനഹു വതആല ഫി കുല്ലിൽ ഉമൂർ, അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെയാണ് അവലംബിക്കേണ്ടത്. ഇന്നമാ നത്തഖിദുൽ അസ്ബാബ, നമ്മൾ അസ്ബാബ് സ്വീകരിക്കുന്നു എന്ന് മാത്രം, കാരണങ്ങൾ, അള്ളാഹു സൃഷ്ടിച്ച കാരണങ്ങൾ. ഞാൻ അള്ളാഹ അമറനാ ബി ഇത്തിഹാദിൽ അസ്ബാബ്, കാരണം അസ്ബാബുകൾ, കാരണങ്ങളെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അമ്മ നത്തായിജ് ഫഹിയ ഇൻദല്ലാഹി തആല, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഉണ്ടല്ല, ഫലം, അത് എന്താണ്? അള്ളാഹുവിൻ്റെ അടുത്താണ്, അള്ളാഹിൻ്റെ അടുത്താണ്. നഹ്നു ലാ നഅ്തമിദു അലൽ അസ്ബാബ്, കാരണങ്ങളിൽ നാം അവലംബിക്കില്ല. വഇന്നമാ നഅ്തമിദു അലല്ലാഹ്, നാം അവലംബിക്കുന്നത് അള്ളാഹുവിൽ മാത്രമാണ്. വനഹ്നു ലാ നുഅത്തിലുൽ അസ്ബാബ, എന്നാൽ നമ്മളെന്ത് ചെയ്യില്ല? കാരണങ്ങൾ ഒഴിവാക്കൂല. ഇപ്പോൾ ജോലിക്ക് പോകണം, അല്ല വെറുതെ തവക്കുലാക്കി ഇങ്ങനെ വീട്ടിലിരുന്നാൽ പോരാ. ജോലി എന്നുള്ളത് ഉപജീവനത്തിനുള്ള ഒരു എന്താണ്? ഒരു മാർഗം, ഒരു സബബാക്കിയാണ് നിശ്ചയിച്ചത്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അത് ജോലി ഉപേക്ഷിക്കരുത്. ലിഅന്നല്ലാഹ അമറനാ ബി ഇത്തിഹാദിഹ, കാരണം അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ആ കാരണങ്ങൾ സ്വീകരിക്കാൻ. വതഅ്തീലുൽ അസ്ബാബി അജ്സുൻ വതഅ്തീലുൻ ലിൽ മനാഫി, അപ്പം എന്താണ്? അസ്ബാബിനെ ഒഴിവാക്കുക എന്നുള്ളത് അശക്തിയാണ്, അത് അതേപോലെ ഉപകാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അല്ലത്തി ജഅലഹ അല്ലാഹു സുബ്ഹാനഹു വതആല ഫിൽ അഷ്യാഇ, വസ്തുക്കളിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള, ആക്കിയിട്ടുള്ള. കമാ ഖാല ബഅദുൽ ഉലമാ, ചില ഉലമാക്കൾ പറഞ്ഞ പോലെ, അൽ ഇഅ്തിമാദു അല സബബി ശിർക്കുൻ വതർക്കു സബബി ഖദ്ഹുൻ ഫി ശറഅ, കാരണത്തിൽ അവലംബിക്കുക എന്നുള്ളത് ഷിർക്കാണ്. കാരണം എനിക്ക് ജോലിയുണ്ട്, അപ്പോൾ എനിക്ക് എന്തായാലും പിന്നെ രക്ഷപ്പെടാൻ പറ്റും, എനിക്ക് നല്ല ശമ്പളമുണ്ട്, അപ്പോൾ എനിക്ക് എന്തായാലും അവിടെ വിജയിക്കാൻ പറ്റും, അങ്ങനെ തോന്നലുണ്ടല്ലോ. അതെന്താണ്? അല്ലെങ്കിൽ എനിക്ക് നല്ല വക്കീലുണ്ട്, പണമുണ്ട്, അപ്പോൾ കേസ് എന്തായാലും വിജയിക്കാൻ പറ്റും, അങ്ങനെ വിചാരിച്ചാൽ എന്തായി? ആ സബബിനെ ആശ്രയിക്കലായി, സബബിനെ ഇഅ്തിമാദ് ചെയ്യലായി. അപ്പോൾ എന്തായി? അത് ഷിർക്കാണ്. അള്ളാഹുവിനെ അവലംബിക്കേണ്ടത്, മറ്റു കാരണങ്ങൾ സ്വീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹു നിശ്ചയിച്ചത്. തെർക്കു സബബി ഖദ്ഹുൻ ഫി ശറഅ, അതേപോലെ സബബിനെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാലോ, വക്കീലിനെ വെക്കാൻ സൗകര്യമൊക്കെ ഉണ്ടായിട്ട് അത് ഒന്നും ചെയ്യാതിരിക്കുക, ചെയ്യേണ്ട അത്യാവശ്യ സന്ദർഭത്തിൽ. അതല്ലെങ്കിൽ അയാൾക്ക് നന്നായിട്ട് വാദിക്കാൻ അറിയും, പക്ഷേ അയാൾ വാദിക്കുന്നില്ല, അയാൾ ഉണ്ടാകാതെ നിൽക്കുക, തവക്കുലാക്കുക എന്ന് പറഞ്ഞു, അത് പറ്റില്ല. അപ്പോൾ അത് ഷറയിൽ ഖദ്ഹ് ആണ്, അതിൽ
അത് കളങ്കമാണ്. ലിയാന ഷറ അമറക്ക ബിത്തിഹാദിൽ അസ്ബാബ്, കാരണം ഷറായി നിന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? അസ്ബാബുകളെ, കാരണങ്ങൾ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. വലിയ എഴുത്തിമാതു അലൽ അസ്ബാബി ഷിർക്കും, എന്നാൽ കാരണങ്ങളിൽ അവലംബിക്കുക എന്നുള്ളതോ ഷിർക്കാണ്. ലി അന്നഹു എഴുത്തിമാതും അലാവരില്ല, കാരണം അത് അള്ളാഹു അല്ലാത്തവരെ അവലംബിക്കലാണ്, അള്ളാഹു അല്ലാത്തതിനെ അവലംബിക്കലാണ്. ഫഹാദിഹി മസ്അലത്തുൻ യജിബു അലാ ത്വാലിബിൽ ഇൽമി അൻ യഫ്ഖഹഹ വ അൻ യഅരിഫഹ. അപ്പോൾ വിദ്യാർത്ഥി ത്വാലിബുൽ ഇൽമ് അന്വേഷിക്കുന്ന വ്യക്തി മനസ്സിലാക്കേണ്ട, അറിയേണ്ട മസ്അലയാണിത്. വ അൻ യതഅമ്മലഹ ജയ്യിദൻ, നന്നായിട്ട് അവൻ ചിന്തിക്കേണ്ട വിഷയമാണ്. വ അൻ യുവള്ളിഹഹ ലിൽ മുസ്ലിങ്ങൾക്ക് അവൻ വളരെ വ്യക്തമാക്കി കൊടുക്കേണ്ട വിഷയമാണ്. ലി ഇസാഹത്തി ശുബുഹാത്തി, സംശയങ്ങൾ നീക്കുന്നതിന്, തെറ്റിദ്ധാരണകൾ നീക്കുന്നതിന്. വ ഇസാഹത്തി തദ്ലീലി, വഴികേടുകൾ ഒഴിവാക്കുന്നതിന്. അല്ലദീ യറൂജു ഇൻദ ബഅദിൻ നാസി ബിസബബിൽ ജഹ്ലി, ജഹ്ല് കാരണം ചില ആളുകൾ ഉണ്ടാകുന്ന, ഔ ബിസബബി സൂഇൽ ഖസ്ദി, അല്ലെങ്കിൽ ദുരുദ്ദേശം കാരണം ഉണ്ടാകുന്ന. ഖൗലുഹു, ഇനി അടുത്തത് അള്ളാഹുവിൻ്റെ വചനം. വഖൗലുല്ലാഹി തആല അറഅയ്തുമുൽ ലാത വൽ ഉസ്സ വതതിമ്മത്തുൽ ആയാത്ത് എന്ന് പറഞ്ഞിട്ട് ആയത്തുകൾ പൂർണ്ണമായിട്ട് കൊടുത്തത്. ലാത്ത ഉസ്സയെ നീ കണ്ടിട്ടില്ലേ? അതിനെ സംബന്ധിച്ച് നീ എന്താ മനസ്സിലാക്കിയത്? അവർ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് സൂറത്ത് നജ്മിലെ ആയത്തുകൾ വരെ, അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ആയത്തുകളുടെ അർത്ഥം പറയുന്നില്ല. ഹാദിൽ ആയാത്തു ഫി തഖ്രീരി തൗഹീദി ഫ തസ്ബീത്തിൽ അഖീദത്തി ഫി ഖുലൂബിൽ മുഅ്മിനീൻ വറദ്ദി അലൽ മുശ്രിക്കീൻ. അപ്പോൾ ഈ ആയത്തുകൾ സത്യവിശ്വാസികളുടെ കൽബുകളിൽ, ഹൃദയത്തിൽ അഖീദ തൗഹീദ് ഊട്ടിയുറപ്പിക്കുന്ന, തൗഹീദ് തഖ്രീർ ചെയ്യുന്ന, അഖീദ തസ്ബീത്ത് ചെയ്യുന്ന സംഗതിയാണ്. അതേപോലെ മുശ്രിക്കീങ്ങൾക്ക്, ബഹുദൈവ വിശ്വാസികൾക്കെതിരെയുള്ള ഖണ്ഡനമാണ്. യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, ലിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളോട്, അല്ലദീ യഅ്ബുദൂനൽ അസ്നാം, ബിംബങ്ങളെ ആരാധിക്കുന്ന. വഫി മുഖദ്ദമതിഹ അൽ അസ്നാം സലാസ അൽ മഷ്ഹൂറ എന്തെല്ലാം അറബികളിൽ പ്രസിദ്ധമായിരുന്ന 3 ബിംബങ്ങളാണ് തുടക്കത്തിൽ പറഞ്ഞത്. അല്ലാത്ത വൽ ഉസ്സ വ മനാത്ത, ഈ 3. ഹൽ തൻഫഉ ഹാദിൽ അസ്നാമ ഔ തദുർ, ഈ ബിംബങ്ങൾക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ പറ്റുമോ? ഫയഖൂൽ, അള്ളാഹു പറയുന്നു, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ ഹൽ നഫഅതുക്കും, അവ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തോ? ഹൽ ദഫഅത് അൻകുമുൽ ദറർ, നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കിയോ? ഹൽ ജലബത് ലക്കും ഷൈഅൻ മിന റിസ്ഖ്, നിങ്ങൾക്ക് എന്തെങ്കിലും റിസ്ഖ് ആ വിഗ്രഹങ്ങൾ തന്നോ? ഫലാ യസ്തതിഊന ജവാബ, അപ്പോൾ അവർക്ക് മറുപടിയില്ല, കഴിയില്ല മറുപടി. ബിഅൻഹാ തദുറു ഔ തൻഫഉ, അവ ഉപദ്രവമോ ഉപകാരമോ ചെയ്യുമെന്ന് അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല. ലം തൻഫഅഹും ഫി ബദ്രിൻ വഗൈരിഹാ മിനൽ ഗസവാത്ത്, ബദ്രോ മറ്റ് യുദ്ധങ്ങളിലോ അവർക്ക് മുശ്രിക്കുകൾക്ക് ഒരു ഉപകാരം ഉണ്ടായില്ല. എന്തുകൊണ്ട്? ഈ ലാത്തയും ഉസ്സയും മനാത്തയും കൊണ്ടൊന്നും, ഈ ബിംബങ്ങളെ കൊണ്ട്. വലം തദ്ഫഅ അൻഹും മാ ഔഖഅല്ലാഹു ബിഹിം മിനൽ ഹസായിൻ, അള്ളാഹു അവർക്ക് കൊടുത്ത ഹസായിൻ, അതിനെ തടയാൻ അവർക്ക് പറ്റിയില്ല. അതുകൊണ്ടൊന്നും മാ അജാബു അൻ ഹാദ സുആലിൽ അലി, ഈ മഹത്തായ, ഈ വലിയ ചോദ്യം, ഗൗരവകരമായ ചോദ്യം, അതിനവർക്ക് ഉത്തരം നൽകിയില്ല. ഫദല്ല അല ഇൻഖിതാ ഹുജ്ജത്തിഹിം, അപ്പോൾ അവരുടെ ഹുജ്ജത്ത് മുറിഞ്ഞു എന്നതിന് അത് തെളിവായി. വഹാകദാ ഫി കുല്ലി അസ്അലത്തിൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിലെ എല്ലാ ചോദ്യങ്ങളും പ്രകാരമാണ്. അല്ലത്തി ഹിയ മിൻ ബാബി തഹദ്ദി വ തഅജീസ്, തഹദ്ദി എന്ന് പറഞ്ഞാൽ വെല്ലുവിളി, തഅജീസ് അശക്തി. അപ്പോൾ ഇത് വെല്ലുവിളിയുടെയും അശക്തിയുടെയും രൂപത്തിലാണ്. വലൻ യസ്ദുറു ലഹാ ജവാബുൻ ഇല അൻ തഖൂമ സഅ, മുശ്രിക്കീങ്ങൾക്ക്, ബഹുദൈവവിശ്വാസികൾക്ക് അതിന് ഒരു മറുപടി ഖിയാമത്ത് നാൾ വരെ കിട്ടില്ല എന്നുള്ളതാണ്, അവർക്ക് മറുപടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ലാത്ത എന്ന് പറഞ്ഞാൽ സ്വനമുൻ ത്വായിഫിലുള്ള ഒരു വിഗ്രഹം ആയിരുന്നു. ബനു സഖീഫ് ഗോത്രക്കാരുടെ വിഗ്രഹമായിരുന്നത്. വഫി തഫ്സീരിഹ ഖൗലാനി ലി അഹ്ലിൽ ഇൽം, അതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർക്ക് 2 വീക്ഷണങ്ങളുണ്ട്. അൽ ഖൗലുൽ അവൽ, ഒന്നാമത്തെ വീക്ഷണം, അന്നഹ ബി തഖ്ഫീഫി, ലാത്ത എന്നാണ്, ലാത്ത എന്നല്ല, തഖ്ഫീഫ് പറഞ്ഞാൽ ഷദ്ദില്ലാതെ. വഹു ഇസ്മു ഹജറിൻ കബീരിൻ അംലസ് അലൈഹി നുഖൂഷ്, അതിന് കൊത്തുമണികളൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു ശില അല്ലെങ്കിൽ കല്ല് വിഗ്രഹമാണത്. കാനു യതബറക്കൂന ബിഹി, അതുകൊണ്ട് ബറക്കത്തെടുത്തിരുന്നു ആര്? മുശ്രിക്കുകൾ, ബഹുദൈവവിശ്വാസികൾ. വയത്ലുബൂന മിൻഹു ഖളാ ഹാജത്തിഹിം, അവരുടെ ആവശ്യങ്ങൾ ആ ബിംബത്തോട് അവർ തേടിയിരുന്നു. വത്തഫ്രീജ കുർബാത്തിഹിം, അവരുടെ വിഷമങ്ങൾ തുറവടയാക്കാനും അത് വിഷമങ്ങളില്ലാതാക്കാനും തേടിയിരുന്നു. വൽ ഖൗലു സാനി, രണ്ടാമത്തെ വീക്ഷണം ലാത്തയെ സംബന്ധിച്ച്, അന്നഹു ബി തസ്ദീദി, ഷദ് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലാത്ത എന്ന്, താന് ഷദ്,
ഇസ്മു ഫായിലിൻ മിൻ ലത്തയലുത്തു എന്നുള്ളതിൽ നിന്നുള്ള ഇസ്മു ഫായിലാണ്. സബ്ജക്റ്റിൻ്റെ നെയ്മാണ് ഇസ്മു ഫായിലാണ് കർത്തൃനാമം. വഹുവ ഫിൽ അസുലി റജുലുൻ സ്വാലിഹ്. ഇത് എന്താണ് അസുലിൽ ഒരു ഒറിജിനൽ ആദ്യമേ ബിംബാണെന്നുള്ളതല്ല, ഇല്ലാത്ത ഒരു നല്ല മനുഷ്യൻ്റെ പേരായിരുന്നു. ഖാന എലുത്തു സഫീഖാലിൽ ഹാജിമാർക്ക് പായസം ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ഖാന യുത്ഇബുൽ ഹുജ്ജാജ മിൻ ഹാദ ത്വആമി തഖർറുബൻ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ ഖുർബ് സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഭക്ഷണം, ഈ സഫീഖ് എന്ന് പറഞ്ഞ ഭക്ഷണം ആളുകൾക്ക് ഹാജിമാർക്ക് കൊടുത്തിരുന്നു അദ്ദേഹം സൗജന്യമായിട്ട്. ഫലമ്മ മാത്ത, അങ്ങനെ ഈ സ്വാലിഹായ നല്ല മനുഷ്യൻ മരിച്ചപ്പോൾ അകഫു അലാ ഖബ്രിഹി, അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് ഇവരെന്ത് ചെയ്തു? മുഷ്രിക്കുകളല്ല, അപ്പോൾ അന്ന് ഷിർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്ന് ആദ്യം ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ എഴുത്തിക്കാഫ് തുടങ്ങിയതുള്ളൂ, ആദ്യം ആരാധിച്ചില്ല, ഭജന തുടങ്ങി. യതബറക്കൂ നബി, അദ്ദേഹത്തിനെ കൊണ്ട് ബറക്കത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. തേടുന്നൊക്കെ അള്ളാഹിനോട് തന്നെ, അദ്ദേഹത്തിൻ്റെ ഒരു ബറക്കത്തെ ഉദ്ദേശിച്ചുള്ളൂ. കമാ ഹസലി ഖൗമി നൂഹിൻ ലമ്മ ഗലൗ ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ നൂഹ് നബിയുടെ സമുദായത്തിന് സംഭവിച്ചതുപോലെ. ഫൽ ഉലുവ് ഫി സ്വാലിഹീന ഖദീമുൻ, അപ്പോൾ സജ്ജനങ്ങളുടെ വിഷയത്തിലുള്ള ഉലുവ്, അത്യാദരവ് ഉണ്ടായിട്ട് അവർ അമിതമായിട്ട് ആദരിച്ച് വഴിവഴച്ചു പോകുക എന്നുള്ളത് പണ്ടേ ഉള്ളതാണ്. വലാ യസാലു മുസ്തബിറൻ വഹുവ സുന്നത്തുൻ ജാഹിലിയത്തുൻ മിൻ ഖദീമി സമാൻ, പണ്ട് കാലം മുതൽക്കേ അത് തുടർന്ന് അങ്ങനെ ജാഹിലിയ നടപടിയാണത്, അത് തുടർന്ന് വരുന്നു. മിൻ അഹദി ഖൗമി നൂഹിൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം മുതലുണ്ട് ഈ സ്വാലിഹീങ്ങളുടെ ആദരിക്കുന്ന വിഷയത്തിൽ അതിരി കവിഞ്ഞ് ആരാധനയെ മാറുന്നു. വലാ തസാലു, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഫാല തഫ്സീരിൽ അവൽ, അപ്പോൾ ഒന്നാമത്തെ തഫ്സീർ പ്രകാരം ഹുവ തബറുക്കുൻ ബിൽ അഹ്ജാരി, കല്ലുകൾ കൊണ്ടുള്ള ബറക്കത്തെടുക്കലാണിത്. വാല തഫ്സീർ സാനി, രണ്ടാമത്തെ വീക്ഷണപ്രകാരം ഹുവ തബറുക്കുൻ ബിൽ ഖുബൂരി, ഖബറുകളെ കൊണ്ട് ബറക്കത്തെടുക്കുക. രണ്ടാണെങ്കിലും പാടില്ല. വക്കില തഫ്സീറിന് ഹക്കുൻ, രണ്ട് തഫ്സീറും ശരിയാണ്. ഫൽ ആയത്ത് തദുല്ലു അലാ മൻഇ തബറുക്കി ബിൽ അഷ്ജാരി വ മൻഇ തബറുക്കി ബിൽ ഖുബൂരി. അപ്പോൾ ശിലകൾ കൊണ്ട് അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട്, വിഗ്രഹങ്ങൾ കൊണ്ട്, ഖബറുകൾ കൊണ്ട് ഒക്കെ ബറക്കത്തെടുക്കൽ രണ്ടും അത് തെറ്റാണ്, പാടില്ല എന്ന് ആയത്ത് അറിയിക്കുന്നു. ഒമാ സാലഹദ സലമി അബദു മിൻ ദൂനില്ലാഹി ഇലാ അം ഫതഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത ഫി സനത്തി സാമിന, ഹിജ്റ 8-ാം വർഷം ഫതഹ് മക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹാക്കിയതോടുകൂടി ഈ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെട്ടിരുന്ന ഈ ബിംബങ്ങൾ അവിടെ തുടർന്നു. സനത്തി സാമിനത്തി മിനൽ ഹിജ്റ വ അമറ ബി ഹദ്മി ഹാദ സ്വനമി, ഈ ബിംബത്തെ പൊളിക്കാൻ, തകർക്കാൻ നബി കൽപ്പിച്ചു. കായിരിഹി, മറ്റു ബിംബങ്ങളെ പോലെ തന്നെ, മിനൽ അസ്നാമില്ലത്തി ഹുദിമത്ത്, അങ്ങനെ മറ്റ് തകർക്കപ്പെട്ട മറ്റു ബിംബങ്ങളെ പോലെ തന്നെ. അമ്മ വൽ ഉസ്സ, ഇനി ഉസ്സ ഫകാനത്ത് സ്വനമല്ലി അഹ്ലി മക്ക, മക്കക്കാരുടെ ഒരു ബിംബമായിരുന്നു. വഹിയ ഇബാറത്തുൻ അൻ ഷജറാത്തിൻ സലാത്തി മിനസ് സമർ, സമറിൽ നിന്നുള്ള 3 മരങ്ങൾ ആയിരുന്നു അത്. ഇന്ദഹ ബനിയത്തുൻ അലിഹാസ്താറുൻ, അതിൻ്റെ അടുത്തൊരു ബനിയത്തുണ്ടായിരുന്നു, അതിൻ്റെ മേലെ ഇങ്ങനെ ഈ അസ്താർ, തുണികൾ അല്ലെങ്കിൽ കവറിങ്സ് ഇട്ടിരുന്നു. വക്കാനത്തിലെ ഖുറൈഷ് വലി അഹ്ലി മക്ക യഅ്ബുദൂനഹ, വക്കാനത്തിലെ ഖുറൈഷ് യഅ്ബുദൂനഹ മിൻ ദൂനില്ലാഹി അസ്സ വജൽ, വക്കാനത്ത് ഖുറൈഷ് ആയിരിക്കണം, ലി ഖുറൈഷ് വ അഹ്ലി മക്ക, മക്കക്കാരും ഖുറൈഷികളൊക്കെ അള്ളാഹുവിനെ കൂടാതെ അതിനെ ആരാധിച്ചിരുന്നു. വലിഹാദ ഖാല അബൂ സുഫിയാൻ ഫി യൗമി ഉഹുദിൻ ബഅദ അൻ ഇൻതഹത്തിൽ മഅരിക, ഉഹദ് യുദ്ധ ദിവസം അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞ ശേഷം അവസാനിച്ചപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന് അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടില്ല, ലനൽ ഉസ്സ വലാ ഉസ്സാലക്കും, ഞങ്ങൾക്ക് ഉസ്സുണ്ട് നിങ്ങൾക്ക് ഉസ്സല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, അജീബുഹു, അവന് ഉത്തരം നൽകൂ. അത് ആർക്ക്? അബൂ സുഫിയാൻ എന്ന് മുശ്രിക്കുകളുടെ ഭാഗത്താണല്ലോ, അദ്ദേഹത്തിന് ഉത്തരം നൽകൂ. ഖൂലു ലാ അല്ലാഹു മൗലാന വലാ മൗലാനക്കും, അല്ലാഹു മൗലാന, അള്ളാഹുവാണ് ഞങ്ങൾക്ക് യജമാനൻ, നിങ്ങൾക്ക് യജമാനില്ല എന്ന്. ഹാദാ ഹുവ റദ്ദു ഷാഫി, ഇത് നല്ല ഒരു ഖണ്ഡനമാണ്. ഫീമാ ബഅദു മന്നല്ലാഹു അലാ അബി സുഫിയാൻ ബിൽ ഇസ്ലാം ഫാസ്ലമ, പിന്നീട് അബൂ സുഫിയാൻ അള്ളാഹു ഇസ്ലാം അനുഗ്രഹമായി നൽകി അദ്ദേഹം മുസ്ലിമായി സ്വീകരിച്ചു. വൽ ഇസ്ലാമു യജുബു മാ ഖബ്ലഹു, ഇസ്ലാം അതിന് മുമ്പുള്ളതിനെ തുടച്ചു മാറ്റും. ഷാഹിദ് മിൻ ഹാദ, ഇതിൽ നിന്ന് ഷാഹിദ് സാക്ഷിയാകുന്ന എന്താണ്? അന്നൽ ഉസ്സ കാനത്ത് ലി അഹ്ലി മക്ക, ഉസ്സ മക്കക്കാർക്കുള്ള ബിംബമായിരുന്നു. ഫലമ്മ ഫതഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത അർസല ഇലഹ ഖാലിദ് ബിൻ വലീദ് ഫഹദമഹ വഖത്തഅൽ അഷ്ജാറ, നബി മക്ക ഫതഹാക്കിയപ്പോൾ ഖാലിദ് ബിൻ വലീദിനെ അവിടേക്ക് സഹാബിയെ നിയോഗിച്ചു നബി.
എന്നിട്ട് ആ ബിംബത്തിനെ ഉസ്സ എന്ന ബിംബത്തിനെ പൊളിച്ചു. എന്നിട്ട് ആ മരങ്ങളൊക്കെ വെട്ടിമാറ്റി. സുമ്മ റജാഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ അടുത്തേക്ക് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് വിവരം പറഞ്ഞു. ഖാല, അപ്പം പറഞ്ഞു, ലം തഫ്അൽ ഷൈആ, നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിനെ പൊളിച്ചിട്ടല്ലേ വന്നത്. ഖാലിദ് ഇബ്നു വലീദ് എന്ത് ചെയ്തു? ആ മരങ്ങളെ മുറിച്ചു, ആ ലാത്തനെ ഹദമ് ചെയ്തു, പൊളിച്ചു. ഫറജാ ഖാലിദുൻ റളിയല്ലാഹു അൻഹു. ഖാലിദ് റളിയല്ലാഹു അൻഹു നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പം ഖാലിദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? വീണ്ടും മടങ്ങിപ്പോയി. ഇലൈഹ മറത്തൻ സാരി, രണ്ടാമത്തെ പ്രാവശ്യം പോയി. അപ്പോൾ വജദ ഇൻദഹാ സർദന, അപ്പോൾ അവിടെ ഒരു സദനുണ്ട്. ഫലമ്മ റഅൂഹു ഹറബു ഇലൽ ജിബാൽ. അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ എന്ത് ചെയ്തു? പർവ്വതങ്ങളിലേക്ക് ഓടി. ഫജാഅ ഫഇദാ ബിംറഅത്തിൻ ഉരിയാന നാശറത്തിൻ ഷാറുഹ. അവിടെ ഉണ്ട് ഒരു നഗ്നയായിട്ടുള്ളൊരു സ്ത്രീ, അതിൻ്റെ പിന്നെ മുടിയൊക്കെ ആകെ അങ്ങോട്ട് അലങ്കോലാക്കിയിട്ടിരിക്കണ്. ഫഅലഹാ ബിസൈഫി വഖതലഹാ, അപ്പോൾ അതിനെ കൊന്നു. സുമ്മ റജഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറഹ. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു. അപ്പം നബി പറഞ്ഞു, ഖാല തിൽക്കൽ ഉസ്സ, അതാണ് ഉസ്സ എന്ന്. അപ്പോൾ ഉസ്സയുടെ ബിംബമായിരിക്കും അത്. വൽ വാഖിഉ അന്നൽ മുശ്രിക്കീൻ ലൈസത്ത് ഇബാദത്തുഹും ലിഹാദിഹിൽ അസ്നാം വഇന്നമാ ഇബാദത്തുഹും ലിശ്ശയാത്തീൻ. സത്യത്തിൽ എന്താണ്? ഈ മുശ്രിക്കീങ്ങൾ അവരുടെ ഇബാദത്ത് യഥാർത്ഥത്തിൽ ഈ ബിംബങ്ങൾക്കല്ല, അത് ശൈത്താന്മാർക്കാണ് ഇബാദത്ത് യഥാർത്ഥത്തിൽ. ഷയാത്തീനു ഹിയല്ലത്തി തോരീഹിം എന്നാണോ തോവൈഹിം എന്നാണോ എന്ന് സംശയമുണ്ട്. തദുഉഹും ഇലാ ഇബാദത്തിഹ. അപ്പോൾ ബിംബത്തിനെ പൂജിക്കുന്നവർ യഥാർത്ഥത്തിൽ ബിംബത്തിനെ അല്ല പൂജിക്കുന്നത്, അവർ ഷൈത്താന്മാരെയാണ് പൂജിക്കുന്നത്. ഷൈത്താന്മാർക്ക് ഇബാദത്താണ് ചെയ്യുന്നത് എന്ന് പറയാൻ കാരണം എന്താ? ഷൈത്താന്മാരാണ് അവരെ വഴിപേപ്പിക്കുന്നത്. ഷൈത്താന്മാരാണ് അവരെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക്, ആ ബിംബങ്ങളെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് അവരെ ക്ഷണിക്കുന്നത്. വഹിയല്ലത്തി തുകല്ലിമുഹും അഹ്യാന, ചില സമയത്ത് അവരോട് സംസാരിക്കുന്നത് അവയാണ്. യദുന്നൂന അന്നസ്വലമ ഹുവല്ലദി യതകല്ലമു, അവർ വിചാരിക്കും ബിംബമാണ് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. ഔ അന്നൽ മയ്യത്ത ഹുവല്ലദി യതകല്ലമു, അല്ലെങ്കിൽ മയ്യത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ അള്ളാഹു ശറഅക്കാത്ത ഇബാദത്ത് ഷൈത്താന്മാർക്കുള്ള ഇബാദത്തായി മാറാണ്. ഷൈത്താന്മാർ ഇവർക്ക് പലതും തോന്നിപ്പിക്കും. അവർക്ക് അവരുടെ ആ ഇബാദത്ത് കൊണ്ട് പല കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഷൈത്താന്മാരാണ് അവരെ വഴിപേൽപ്പിക്കുന്നത്. അമ്മ മനാത്ത, ഇനി മനാത്ത, ഇപ്പോൾ ലാത്ത ഉസ്സ മനാത്ത, അതിന് മനാത്ത മൂന്നാമത്തെ വിഗ്രഹം, അവരുടെ ആരാധ്യ വസ്തു. ഫഹിയ സ്വനമുൻ ഖരീബും മിനൽ മദീന, മദീനയ്ക്ക് അടുത്തുണ്ടായിരുന്നൊരു സ്വനം വിഗ്രഹമാണ്. വക്കാനത്തിലെ ഖബായില മിനൽ അറബ്, അറബി ഗോത്രങ്ങൾക്കുണ്ടായിരുന്ന ഒരു വിഗ്രഹമായിരുന്നത്. വക്കാന യുഹരിമൂന മിൻ ഇന്തിഹാലിൽ ഹജ്ജ് വൽ ഉംറ, അവർ അവിടെ നിന്ന് എന്ത് ചെയ്തിരുന്നു? മദീനക്കാർ ഹജ്ജിനും ഉംറക്കൊക്കെ ആ മനാത്തയുടെ അടുത്ത് വെച്ചിട്ട് ഇഹ്റാം കിട്ടിയിരുന്നു. വലമ്മ ഫതഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹാക്കിയപ്പോൾ അർസലയില മനാത്ത അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫഹദമഹ, മനാത്തൻ്റെ അടുത്തേക്ക്, ആ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. എന്നിട്ട് അതിനെ പൊളിച്ചു, അതിനെ തകർത്തു. ഫഅൈന ദഹബത് ഹാദിഹിൽ അസ്നാം, അപ്പോൾ ഈ ബിംബങ്ങളൊക്കെ അവിടെ പോയി. ലൗ കാനത്ത് ആലിഹത്തുൻ ലദഫഅത് അൻ നഫ്സിഹ, അപ്പോൾ ഇവയൊക്കെ ഇലാഹുകളായിരുന്നുവെങ്കിൽ അവർ സ്വയം പ്രതിരോധിക്കുമായിരുന്നില്ലേ. വഷാഹിദ് മിനൽ ആയത്തിൽ കരീമത്തി, അപ്പോൾ ഈ ആയത്ത് അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ എന്ന് തുടങ്ങുന്ന സൂറത്തു നജ്മിലെ ആയത്തുകൾ, ഈ വിശുദ്ധമായിട്ടുള്ള ആയത്തുകൾ, അതിൽ നിന്നുള്ള സാക്ഷ്യം എന്നത് ബുത്തുലാനു തബറുക്ക് ബിൽ അഷ്ജാരി വൽ അഹ്ജാരി, മരങ്ങൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും ബറക്കത്തെടുക്കൽ ബാത്തിലാണ്, അത് വ്യാജമാണ് എന്നതിനുള്ള തെളിവാണ്. ലിഅന്ന ഹാദിഹി അഷ്ജാറുൻ വഹ്ജാറുൻ, കാരണം ഇവ കല്ലുകളും മരങ്ങളുമാണ്, വെറും കല്ലുകളും മരങ്ങളും. വലം തദ്ഫഅ അൻ നഫ്സിഹാ ഫദ്ലൻ അൻ തദ്ഫഅ അൻ ഗൈരിഹ, സ്വയം പ്രതിരോധിക്കാൻ അവർക്ക് കഴിയില്ല, എന്നിട്ടല്ല മറ്റുള്ളവരെ പ്രതിരോധിക്കൽ. ഫഫി ഹാദ, അപ്പോൾ ഇതുണ്ട് ബുത്തുലാനു തബറുക്കി ബിൽ അഹ്ജാരി വൽ അഷ്ജാരി, കല്ലുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും ബറക്കത്തെടുക്കുന്നത് ശരിയല്ല, അത് വ്യാജമാണ്, അതിന് ബാത്തിലാണ് എന്നതിൻ്റെ തെളിവുണ്ട്. ഫിഹി, ഇതിലുണ്ട് തെളിവ് എന്ത്? അന്നമൻ തബറക ബി ഖബറിൻ ഔ ബിഹജറിൻ ഔ ഷജറിൻ യഅ്തഖിദു ഫീഹി അന്നഹു യൻഫഉ വയദുറു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ ഉപകാരം ഉപദ്രവവും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഒരു കല്ലിനെയോ മരത്തെയോ ഖബറിനെയോ ഒരാൾ ബറക്കത്തെടുത്താൽ, അതുകൊണ്ട് ബറക്കത്തെടുത്താൽ, ഔ അന്നഹു സബബുൽ ഹുസൂലിൽ ബറക്കത്തി, അല്ലെങ്കിൽ അത് ബറക്കത്ത് കരസ്ഥമാകുന്നതിന് കാരണമാണ് ഈ ഖബർ അല്ലെങ്കിൽ കല്ല് അല്ലെങ്കിൽ മരം എന്ന് വിചാരിച്ചാൽ,
ഔ തഖറബ ഇലൈഹി ബിശൈഇൻ മിനൽ ഇബാദത്തി, അല്ലെങ്കിൽ ഈ പറഞ്ഞ വസ്തുക്കളിലേക്ക് ഖബറ്, കല്ല്, മരം, ഇതിലേക്ക് ഇബാദത്തിൻ്റെ ഏതെങ്കിലും ഇനങ്ങൾ കൊണ്ട് സമീപിച്ചാൽ, കുർബ് ഉദ്ദേശിച്ച് ചെയ്താൽ, ഫഹുവ മിസ്ലു മൻ അബദ ലാത്ത വൽ ഉസ്സ, അവൻ ലാത്തയും ഉസ്സയും ഇബാദത്ത് ചെയ്തവരെ പോലെയാണ്. സവാഉൻ, തുല്യമാണ്. വലാ ഫർഖ, ഒരു വ്യത്യാസമല്ല. ബൽ മൻ ഗലാ ഫീ ഖബരിൻ മിനൽ ഖുബൂരി, ഖബറുകളുടെ വിഷയത്തിൽ ഉലുവ് കാണിച്ചവർ, ഫഹുവ കമൻ അബദ ലാത്ത, അവൻ ലാത്തയെ ഇബാദത്ത് ചെയ്തവനെ പോലെ തന്നെയാണ്. അന്ന ലാത്ത, കാരണം ലാത്ത എന്ന് പറയുന്നത് എന്താണ്? അല തഫ്സീർ സ്ഥാനി, രണ്ടാമത്തെ തഫ്സീർ പ്രകാരം ഹുവ റജുലുൻ സ്വാലിഹ്, നല്ല മനുഷ്യനായിരുന്നു ലാത്ത. വലൗ ഫീ ഖബരിഹി ബഅദ മൗതിഹി, മുശ്രിക്കൻ എന്ത് ചെയ്തു? ആ സ്വാലിഹായ മനുഷ്യൻ, ഹാജിമാർക്ക് പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന മനുഷ്യൻ മരിച്ച ശേഷം അയാളുടെ ഖബറിൻ്റെ വിഷയത്തിൽ അവർ ഉലുവ് കാണിച്ചു. വല്ലദീന യഅ്ബുദൂനൽ ഖുബൂറൽ യൗം, അപ്പോൾ ഇന്ന് ഇക്കാലത്ത് ഖബറുകളെ ആരാധിക്കുന്നവർ, ഖുബൂരികൾ, മിസലല്ലദീന യഅ്ബുദൂന അല്ലാത്ത, ലാത്തയെ ആരാധിക്കുന്നവരെ പോലെ തന്നെയാണ്. വൽ ഖുർആൻ വാളിഹൻ ഫി ഹാദാ, സവാഉൻ ബിസവാ, സമത്തിന് സമാണ്. വൽ ഖുർആൻ വാളിഹൻ ഫി ഹാദാ, ഖുർആൻ ഈ വിഷയത്തിൽ വ്യക്തമാണ്. ലാകിൻ യഹ്താജു ഇല തദബ്ബുർ വ നബ്ദുൻ ലിത്തഖാലീദി വൽ ആദാത്ത് വൽ ബിആത്തിൽ ഫാസിദ വത്തഹറുരി മിനൽ ഖുറാഫാത്ത് വൽ അബാത്തിൽ വർജുഉ ഇല കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി ഫഫീഹിമാ ശിഫാഉ ലിൽ ഖുലൂബ്. അപ്പോൾ ഈ ഖുറാഫാത്ത്, ബാത്തിലുകൾ, ഇതിൽ നിന്നൊക്കെ മോചിതനമായിട്ട് ഈ തെറ്റായ ബിആത്ത്, ആദാത്തുകൾ, അനുകരണങ്ങൾ, പതിവുകൾ, ഇതിൽ നിന്നൊക്കെ അതൊക്കെ ഒഴിവാകൽ ആവശ്യമാണ്.